Find the volume of the tetrahedron with vertices 0, 0, 0, 1, 1, 0, 0, 1, 0 and 0, 1, 1. സോ ഇവിടെ തന്നിട്ടുള്ള 4 പോയിൻറ്റ്സ് വെർട്ടിസസ് ആയിട്ട് വരുന്ന ടെട്രാഹെഡ്രൻ്റെ വോളിയമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വോളിയം ഓഫ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഡി ഇൻ സ്പേസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി വി. സോ നമുക്ക് ആദ്യം ഈ ടെട്രാഹെഡ്രൻ സ്കെച്ച് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഏതെങ്കിലും ഒരു കോർഡിനേറ്റ് പ്ലെയിനിലുള്ള ഷാഡോയും സ്കെച്ച് ചെയ്യണം. ഏത് ഓർഡറിലാണോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കണം കോർഡിനേറ്റ് പ്ലെയിൻ ചൂസ് ചെയ്യേണ്ടത്. സോ നമുക്ക് ആദ്യം ഗിവൺ ടെട്രാഹെഡ്രൻ സ്കെച്ച് ചെയ്യാം. നമുക്കറിയാം ഒരു ടെട്രാഹെഡ്രൻ്റെ ബൗണ്ടറി സർഫസുകളായിട്ട് വരുന്നത് പ്ലെയിൻസ് ആണ്. ഇവിടെ ആ പ്ലെയിൻസ് തന്നിട്ടില്ല, പകരം ടെട്രാഹെഡ്രൻ്റെ 4 വെർട്ടിസസ് ആണ് തന്നിട്ടുള്ളത്. ആ 4 വെർട്ടിസസ് യൂസ് ചെയ്ത് ഇതിൻ്റെ ബൗണ്ടറി സർഫസുകൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഇതിലേതെങ്കിലും 3 പോയിൻറ്റ്സ് വീതം ചൂസ് ചെയ്ത് ആ 3 പോയിൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിൻസിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. 0, 0, 0, 0, 1, 0 ആൻഡ് 1, 1, 0 ഈ 3 പോയിൻറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ആ 3 പോയിൻറ്റ്സിലൂടെയും പാസ് ചെയ്യുന്ന പ്ലെയിൻ ടെട്രാഹെഡ്രൻ്റെ ഒരു ബൗണ്ടിങ് സർഫസ് ആയിരിക്കും. ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. x0, y0, z0, x1, y1, z1 ആൻഡ് x2, y2, z2 ഈ 3 പോയിൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുവാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതിതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് x മൈനസ് x0, y മൈനസ് y0, z മൈനസ് z0, x1 minus x0, y1 minus y0, z1 minus z0, x2 minus x0, y2 minus y0, z2 minus z0 equal to 0. ദെൻ അത് സോൾവ് ചെയ്ത് നമുക്ക് ഈ പ്ലെയിനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ x0, y0, z0 എന്നുള്ള പോയിൻറ്റ് 0, 0, 0 എന്നുള്ള പോയിൻറ്റും x1, y1, z1 എന്നുള്ള പോയിൻറ്റ് 0, 1, 0 അതുപോലെ x2, y2, z2 എന്നുള്ള പോയിൻറ്റ് 1, 1, 0 ഇത് ചൂസ് ചെയ്യുമ്പോൾ ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ ഡിറ്റർമിനൻ്റ് ഓഫ് x, y, z 0, 1, 0, 1, 1, 0 equal to 0 which implies x into 0 minus y into 0 plus z into minus 1 equal to 0. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ z equal to 0 എന്ന് കിട്ടും. സോ ഈ പ്ലെയിനിൻ്റെ ആദ്യത്തെ ബൗണ്ടിങ് സർഫസ് ആയിട്ട്, അതായത് നമ്മൾ ആദ്യം ചൂസ് ചെയ്ത 3 പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ബൗണ്ടിങ് സർഫസ് z equal to 0, അതായത് XY പ്ലെയിൻ ആണ്. ദെൻ അടുത്ത ബൗണ്ടിങ് സർഫസ് കണ്ടുപിടിക്കാൻ വേണ്ടി അനദർ സെറ്റ് ഓഫ് 3 പോയിൻറ്റ്സ് ചൂസ് ചെയ്യുക. 0, 1, 1, 0, 1, 0, 1, 1, 0 ഈ 3 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ ആ 3 പോയിൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിൻ്റെ ഇക്വേഷൻ ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് വൈ മൈനസ് 1, സെഡ് മൈനസ് 1, 0, 0 മൈനസ് 1, 1, 0 മൈനസ് 1 ഈക്വൽ ടു 0. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 0 മൈനസ് ഓഫ് വൈ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് സെഡ് മൈനസ് 1 ഇൻറ്റു 0. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വൈ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അതാണ് നമ്മൾ ഇപ്പോൾ ചൂസ് ചെയ്ത 3 പോയിൻറ്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഗിവൺ ടെട്രാഹെഡ്രൻ്റെ ബൗണ്ടിങ് സർഫസ്. അത് എക്സെറ്റ് പ്ലെയിനിനോട് പാരലലായിട്ട് 0, 1, 0 എന്നുള്ള പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. ദെൻ അടുത്ത 3 പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ 0, 0, 0, 0, 1, 0, 0, 1, 1 ഈ 3 പോയിൻറ്റ്സ് ചൂസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലെയിനിൻ്റെ ഇക്വേഷൻ നമുക്ക് x ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് YZ പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. സോ മൂന്നാമത്തെ ബൗണ്ടിങ് സർഫസ് ആയിട്ട് വരുന്നത് YZ പ്ലെയിനാണ്. ദെൻ ലാസ്റ്റ് ബൗണ്ടിങ് സർഫസ് കണ്ടുപിടിക്കുവാൻ വേണ്ടി 0, 0, 0, 1, 1, 0, 0, 1, 1 ഈ 3 പോയിൻറ്റ്സും കൺസിഡർ ചെയ്യുക. ഈ 3 പോയിൻറ്റ്സിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിൻ്റെ ഇക്വേഷൻ ഡിറ്റർമിനൻ്റ് ഓഫ് എക്സ് വൈ സെഡ് 1, 1, 0, 0, 1, 1 ഈക്വൽ ടു 0. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു 1 മൈനസ് വൈ ഇൻറ്റു 1 പ്ലസ് സെഡ് ഇൻറ്റു 1 ഈക്വൽ ടു 0. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സെഡ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് എന്ന് കിട്ടും. അതാണ് ഗിവൺ ടെട്രാഹെഡ്രൻ്റെ 4ാമത്തെ ബൗണ്ടിങ് സർഫസ്. ദെൻ നമുക്ക് ഈ റീജിയൻ്റെ വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടി ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഏത് ഓർഡറിൽ വേണമെങ്കിലും ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ്, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ഐറ്ററേറ്റഡ് ഇൻ്റഗ്രൽസ് ആയിട്ട് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുവാനാണ്. സോ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് XY പ്ലെയിനിലാണ് ഈ ടെട്രാഹെഡ്രൻ്റെ ഷാഡോ കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി അതിൻ്റെ ബൗണ്ടിങ് സർഫസുകൾ കൺസിഡർ ചെയ്യാം. ആദ്യത്തെ ബൗണ്ടിങ് സർഫസ് സെഡ് ഈക്വൽ ടു 0, അത് XY പ്ലെയിനിൻ്റെ ഇക്വേഷനാണ്. നമ്മൾ പ്രൊജക്ഷൻ കണ്ടുപിടിക്കേണ്ടത് XY പ്ലെയിനിലായതുകൊണ്ട് അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ബൗണ്ടിങ് സർഫസ് ആയിട്ട് വരുന്നത് y ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിനാണ്. അത് XZ പ്ലെയിനിനോട് പാരലലായിട്ട് 0, 1, 0 എന്നുള്ള പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു പ്ലെയിനാണ്. സോ അതിൻ്റെ XY പ്ലെയിനിലേക്കുള്ള വെർട്ടിക്കൽ പ്രൊജക്ഷൻ y ഈക്വൽ ടു 1 എന്നുള്ള ലൈനാണ്. ദെൻ മൂന്നാമത്തെ ബൗണ്ടിങ് സർഫസ് x ഈക്വൽ ടു 0, അതായത് YZ പ്ലെയിനാണ്. YZ പ്ലെയിനിൻ്റെ XY പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ y ആക്സിസ് ആണ്. നെക്സ്റ്റ് ബൗണ്ടിങ് സർഫസ് z ഈക്വൽ ടു y മൈനസ് എക്സ് എന്നുള്ള പ്ലെയിനിൻ്റെ പോർഷനാണ്. അതായത് YZ പ്ലെയിനും XY പ്ലെയിനും അതുപോലെ y ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിനും ബൗണ്ട് ചെയ്യുന്ന വിധത്തിലുള്ള
ആ പ്ലെയിനിൻ്റെ പോർഷൻ, അതായത് സെഡ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് എന്നുള്ള പ്ലെയിനിൻ്റെ പോർഷൻ്റെ എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷനാണ് നമുക്ക് കാണേണ്ടത്. ആ ഒരു പോർഷൻ്റെ, അതായത് വൈ സെഡ് പ്ലെയിനും അതുപോലെ വൈ ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിനും എക്സ് വൈ പ്ലെയിനും കൂടി ബൗണ്ട് ചെയ്യുന്ന പോർഷൻ്റെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള ഷേഡോ ഒരു ട്രയാങ്കുലർ റീജിയനാണ്. ഈ ട്രയാങ്കുലർ റീജിയൻ്റെ ബൗണ്ടിങ് കേർവ്സ് ആയിട്ട് വരുന്നത് 3 ലൈൻസാണ്. വൈ ആക്സിസ്, വൈ ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു എക്സ്. ഈ 3 ലൈൻസും കൂടി ബൗണ്ട് ചെയ്യുന്ന റീജിയനാണ് അത്. ഇതിൽ ആദ്യത്തെ 2 ലൈൻസ്, അതായത് വൈ ആക്സിസും വൈ ഈക്വൽ ടു 1 എന്നുള്ള ലൈൻ്റെയും കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മൂന്നാമത്തെ ബൗണ്ടിങ് കേർവ് ആയിട്ടുള്ള വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടി സെഡ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് എന്നുള്ള പ്ലെയിൻ എക്സ് വൈ പ്ലെയിനിനെ മീറ്റ് ചെയ്യുന്നത് കൊണ്ട് സെഡ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് എന്നുള്ള പ്ലെയിനും എക്സ് വൈ പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേർവ് കണ്ടുപിടിച്ചാൽ മതി. അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനിലാണ്. കാരണം എക്സ് വൈ പ്ലെയിനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന, ആ പ്ലെയിൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കേർവ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ പ്ലെയിനിൻ്റെ ഇക്വേഷനിൽ സെഡ് ഈക്വൽ ടു 0 എന്ന് സെറ്റ് ചെയ്താൽ മതി. അതിൽ നിന്നും വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനിലാണ് സെഡ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് എന്നുള്ള പ്ലെയിനും എക്സ് വൈ പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് കിട്ടും. സോ ഗിവൺ റീജിയൻ ഡിയുടെ എക്സ് വൈ പ്ലെയിനിലുള്ള ഷേഡോ ഒരു ട്രയാങ്കുലർ റീജിയനാണ്. അതിനെ ബൗണ്ട് ചെയ്യുന്ന 3 ലൈൻസ് വൈ ആക്സിസ്, വൈ ഈക്വൽ ടു 1 ആൻഡ് വൈ ഈക്വൽ ടു എക്സ്. ദെൻ നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി റീജിയൻ ആറിലെ ഒരു പോയിൻ്റ് എക്സ് വൈ ചൂസ് ചെയ്ത് ആ പോയിന്റിലൂടെ സെഡ് ആക്സിസിന് പാരലലായിട്ട് ഇൻക്രീസിങ് സെഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ലൈൻ എം കൺസിഡർ ചെയ്യുക. ആ ലൈൻ എം ടെട്രാഹെഡ്രൺ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഡിയിൽ നിന്നും ലീവ് ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുക. ഈ ലൈൻ എം ടെട്രാഹെഡ്രൺ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിനിലൂടെയാണ്, അതായത് സെഡ് ഈക്വൽ ടു 0 എന്നുള്ള പ്ലെയിനിലൂടെയാണ്. അതുപോലെ തന്നെ റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് എന്നുള്ള പ്ലെയിനിലൂടെയാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് വരുന്നത് സെഡ് ഈക്വൽ ടു 0 മുതൽ സെഡ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് വരെ. ദെൻ ഇൻ്റഗ്രേഷൻ്റെ വൈയുടെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത പോയിൻ്റ് എക്സ് വൈയിലൂടെ വൈ ആക്സിസിന് പാരലലായിട്ട് ഇൻക്രീസിങ് വൈയുടെ ഡയറക്ഷനിൽ ഒരു ലൈൻ എൽ കൺസിഡർ ചെയ്യുക. ആ ലൈൻ എൽ റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്ന കേർവ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ റീജിയൻ ആറിനെ ലീവ് ചെയ്യുന്ന കേർവ് മാർക്ക് ചെയ്യുക. ആ ലൈൻ എൽ റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്നത് വൈ ഈക്വൽ ടു എക്സ് എന്നുള്ള ലൈനിലൂടെയും അതുപോലെ റീജിയൻ ആറിനെ ലീവ് ചെയ്യുന്നത് വൈ ഈക്വൽ ടു 1 എന്നുള്ള ലൈനിലൂടെയുമാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ വൈയുടെ ലിമിറ്റ്സ് വരുന്നത് വൈ ഈക്വൽ ടു എക്സ് മുതൽ വൈ ഈക്വൽ ടു 1 വരെയാണ്. അതുപോലെ തന്നെ റീജിയൻ ആറിലൂടെ വൈ ആക്സിസിന് പാരലലായിട്ട് കടന്നു പോകുന്ന എല്ലാ ലൈൻസിനെയും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു 1 വരെ വാരി ചെയ്യണം. സോ അതായിരിക്കും ഇൻ്റഗ്രേഷൻ്റെ എക്സിൻ്റെ ലിമിറ്റ്സ്. ഇത് യൂസ് ചെയ്ത് നമുക്ക് ഗിവൺ ടെട്രാഹെഡ്രൻ്റെ വോളിയം കണ്ടുപിടിക്കാം. നമുക്കറിയാം വോളിയം ഓഫ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഡി ഇൻ സ്പേസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി വി. Therefore, the volume of the given tetrahedron equal to triple integral over d dz dy dx, which is equal to integral x equal to 0 to x equal to 1, integral y equal to x to y equal to 1, integral z equal to 0 to z equal to y minus x dz dy dx. സോ നമുക്ക് ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ x to 1 സെഡ് dy dx. സെഡിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഇൻ്റഗ്രൽ x to 1 y മൈനസ് എക്സ് dy dx. ദെൻ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആ ടൈമിൽ വേരിയബിൾ എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ വൈയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ് y സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. അതുപോലെ കോൺസ്റ്റൻ്റ് എക്സിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y ആണ് എക്സ് ഇൻറ്റു വൈ. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 y സ്ക്വയർ ബൈ 2 എക്സ് വൈ ഡി എക്സ്. വൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 1/2 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഡി എക്സ്. അത് സിംഗിൾ വേരിയബിളിലുള്ള ഒരു ഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ്. അത് സാധാരണ വിത്ത് റെസ്പെക്ട് എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. 1/2ൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് 1/2 ഇൻറ്റു എക്സ്. അതുപോലെ മൈനസ് എക്സിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. എക്സ് സ്ക്വയർ ബൈ 2ൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് ആണ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 6. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ബൈ 2 മൈനസ് എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 6. എക്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/6 എന്ന് കിട്ടും. അതാണ് ഗിവൺ ടെട്രാഹെഡ്രൻ്റെ വോളിയം. Next question, rewrite the integral in the above problem as an equivalent integral in the order. First one, dz dx dy. Second one, dy dz dx. Third one, dx dy dz. സോ നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിലെ നമ്മൾ അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തത് ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതായത്
ഡി സെഡ് ഡി വൈ ഡി എക്സ് ഈ ഒരു ഓർഡറിലാണ് നമ്മളവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. ദെൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സെയിം ട്രിപ്പിൾ ഇൻ്റഗ്രലിനെ ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്ത് എഴുതാനാണ്. അതിനോട് ഈക്വലൻ്റ് തന്നെയായിരിക്കും ഓർഡർ ചേഞ്ച് ചെയ്താലും സെയിം വാല്യൂ തന്നെയായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്യാൻ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഡർ ചേഞ്ച് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. എങ്കിലും ഇവാലുവേറ്റ് ചെയ്താലും നമുക്ക് സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. 1/6 തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. വേണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഓർഡറിലുള്ള ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കിക്കോളൂ. ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ്, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുവാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി റീജിയൻ ഡി സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ടെട്രാഹെഡ്രൺ ആണ്. അതിൻ്റെ ബൗണ്ടിങ് സർഫസുകളായിട്ട് വരുന്നത് സെഡ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 0 ആൻഡ് സെഡ് ഈക്വൽ ടു വൈ മൈനസ് എക്സ്. ഈ 4 പ്ലെയിൻസും കൂടിയിട്ടാണ് ആ റീജിയൻ ഡിയെ ബൗണ്ട് ചെയ്യുന്നത്. റീജിയൻ ഡി നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ ഓൾറെഡി സ്കെച്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. സോ വീണ്ടും അതിവിടെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളിവിടെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിനുശേഷമുള്ള ഓർഡറിലാണ് ഇവിടെ ചേഞ്ച് വന്നത്. അവിടെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ്, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയിരുന്നു. ഇവിടെ ഫൈനലി വിത്ത് റെസ്പെക്ട് ടു വൈ ആണ്. സോ അവിടെ മാത്രമാണ് ഇവിടെ ചേഞ്ച്. സോ നമുക്ക് റീജിയൻ ഡിയുടെ XY പ്ലെയിനിലുള്ള ഷേഡോ തന്നെയാണ് ആവശ്യം. അത് ഓൾറെഡി പ്രീവിയസ് പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബൗണ്ടിങ് കേവ്സ് കൺസിഡർ ചെയ്യുമ്പോഴാണ് ഒരു ചേഞ്ച് വരുന്നത്. സോ റീജിയൻ ഡിയുടെ XY പ്ലെയിനിലുള്ള ഷേഡോയും ഇവിടെ സ്കെച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ നമുക്ക് സെഡിൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ പ്രീവിയസ് പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ ഈ റീജിയൻ ആറിലെ ആർബിട്രറി ആയിട്ടൊരു പോയിൻറ്റ് XY ചൂസ് ചെയ്ത് ആ പോയിൻറ്റിലൂടെ സെഡ് ആക്സിസിന് പാരലലായിട്ട് ഇൻക്രീസിങ് സെഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ലൈൻ M കൺസിഡർ ചെയ്യുന്നു. ആ ലൈൻ M ഈ റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു 0, അതായത് XY പ്ലെയിനിലൂടെയാണ്. അതുപോലെ തന്നെ ഈ റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്നത് സെഡ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് എന്നുള്ള പ്ലെയിനിലൂടെയാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് ആയിട്ട് വരുന്നത് സെഡ് ഈക്വൽ ടു 0 മുതൽ സെഡ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് വരെയാണ്. അത് പ്രീവിയസ് പ്രോബ്ലത്തിലുള്ള ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ് തന്നെയാണ്. ഇത് നമുക്ക് രണ്ടാമത്തേത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് പ്രോബ്ലത്തിൽ രണ്ടാമത് വിത്ത് റെസ്പെക്ട് ടു വൈ ആയിരുന്നു ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്നത്. അവിടെ ചെയ്തത് ആ പോയിൻ്റ് XYയിലൂടെ ഇൻക്രീസിങ് വൈയുടെ ഡയറക്ഷനിൽ വൈ ആക്സിന് പാരലലായിട്ട് ഒരു ലൈനാണ് കൺസിഡർ ചെയ്തത്. ഇവിടെ രണ്ടാമത് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത പോയിൻറ്റിലൂടെ ഇൻക്രീസിങ് എക്സിൻ്റെ ഡയറക്ഷനിൽ എക്സ് ആക്സിന് പാരലലായിട്ട് ഒരു ലൈൻ L കൺസിഡർ ചെയ്യുക. ആ ലൈൻ L ഈ ഷാഡോ റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്ന കേവ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആ റീജിയനിൽ നിന്നും ലീവ് ചെയ്യുന്ന കേവും മാർക്ക് ചെയ്യുക. ലൈൻ L റീജിയൻ ആറിലേക്ക് എൻ്റർ ചെയ്യുന്നത് വൈ ആക്സിലൂടെയാണ്, അതായത് എക്സ് ഈക്വൽ ടു 0 അതുപോലെ റീജിയൻ ആറിനെ ലീവ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു വൈ എന്നുള്ള ലൈനിലൂടെയാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ എക്സിൻ്റെ ലിമിറ്റ്സ് വരുന്നത് എക്സ് ഈക്വൽ ടു 0 മുതൽ എക്സ് ഈക്വൽ ടു വൈ വരെയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലൈൻസ്, അതായത് റീജിയൻ ആറിലൂടെ എക്സ് ആക്സിന് പാരലലായിട്ട് കടന്നു പോകുന്ന എല്ലാ ലൈൻസിനെയും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ വൈ ഈക്വൽ ടു 0 മുതൽ വൈ ഈക്വൽ ടു 1 വരെ വാരി ചെയ്യണം. സോ അതായിരിക്കും ഇൻ്റഗ്രേഷൻ്റെ വൈയുടെ ലിമിറ്റ്സ്. അതായത് വൈ വാരി ചെയ്യുന്നത് വൈ ഈക്വൽ ടു 0 മുതൽ വൈ ഈക്വൽ ടു 1 വരെ. ദെൻ ട്രിപ്പിളിൻ്റെ ലോവർ ഡി ഡി സെഡ് ഡി എക്സ് ഡി വൈ ഈക്വൽ ടു ഇൻ്റഗ്രൽ വൈ ഈക്വൽ ടു 0 ടു വൈ ഈക്വൽ ടു 1, ഇൻ്റഗ്രൽ എക്സ് ഈക്വൽ ടു 0 ടു എക്സ് ഈക്വൽ ടു വൈ, ഇൻ്റഗ്രൽ സെഡ് ഈക്വൽ ടു 0 ടു സെഡ് ഈക്വൽ ടു വൈ മൈനസ് എക്സ് ഡി സെഡ് ഡി എക്സ് ഡി വൈ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. പ്രീവിയസ് പ്രോബ്ലത്തിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ 1/6 തന്നെയായിരിക്കും ഇവിടെ ഈ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താലും കിട്ടുന്നത്. ഇത് നമുക്ക് രണ്ടാമത്തെ നോക്കാം. അവിടെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു സെഡ് ആൻഡ് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഈ ഒരു ഓർഡറിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് XL പ്ലെയിനിലാണ് റീജിയൻ ഡിയുടെ ഷേഡോ കൺസിഡർ ചെയ്യേണ്ടത്. റീജിയൻ ഡി നമ്മൾ ഓൾറെഡി സ്കെച്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ് പ്രീവിയസ് പ്രോബ്ലത്തിലും, അതുപോലെ തന്നെ ഈ പ്രോബ്ലത്തിൻ്റെ ആദ്യത്തെ പാർട്ടിലുമെല്ലാം സ്കെച്ച് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ടെട്രാഹെഡ്രൺ റീജിയൻ ഡി. ഇത് നമുക്ക് ആ റീജിയൻ്റെ XL പ്ലെയിനിലുള്ള ഷേഡോയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വൈ ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിൻ XL പ്ലെയിനിനോട് പാരലലായിട്ട് വരുന്ന വിധത്തിലുള്ളൊരു പ്ലെയിനാണ്. വൈ ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിനിലുള്ള ടെട്രാഹെഡ്രൻ്റെ ബൗണ്ടിങ് സർഫസിൻ്റെ പാർട്ട് അതിൻ്റെ XL പ്ലെയിനിലേക്കുള്ള വെർട്ടിക്കൽ പ്രൊജക്ഷനാണ് നമുക്ക് ആവശ്യമുള്ള ടെട്രാഹെഡ്രൻ്റെ XL പ്ലെയിനിലുള്ള ഷാഡോ. ഇവിടെ വൈ ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിനിലുള്ള ടെട്രാഹെഡ്രൻ്റെ ബൗണ്ടിങ് സർഫസായിട്ട് വരുന്നത് ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് ആണ്. ആ ട്രയാങ്കുലർ പ്ലേറ്റിൻ്റെ XL പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ ഒരു ട്രയാങ്കുലർ റീജിയൻ ആണ്. അതാണ് നമുക്ക് ആവശ്യമുള്ള റീജിയൻ. ഇവിടെ വൈ ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിനിലുള്ള ട്രയാങ്കുലർ പ്ലേറ്റിനെ ബൗണ്ട് ചെയ്യുന്നത് 3 ലൈൻസ് ആണ്. അതിൽ ആദ്യത്തേത് YZ പ്ലെയിനും വൈ ഈക്വൽ ടു 1 എന്നുള്ള പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കർവാണ്. അതൊരു സ്ട്രെയിറ്റ് ലൈനാണ്.
അതുപോലെ തന്നെ രണ്ടാമത്തെ ബൗണ്ടിങ് കേവ് അതും ഒരു സ്ട്രേറ്റ് ലൈനാണ്. XY പ്ലെയിനും y=1 എന്നുള്ള പ്ലെയിനും മീറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള കേവാണ്. മൂന്നാമത്തേത് y=1 എന്നുള്ള പ്ലെയിനും z=y-x എന്നുള്ള പ്ലെയിനും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന വിധത്തിലുള്ള കേവാണ്. ആ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുവാൻ വേണ്ടി z=y-x എന്നുള്ള പ്ലെയിനിൻ്റെ ഇക്വേഷനിൽ y=1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കേവിൻ്റെ അതായത് ആ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ z=1-x എന്ന് കിട്ടും. ദെൻ ഈ മൂന്ന് ലൈൻസും ബൗണ്ട് ചെയ്യുന്ന y=1 എന്നുള്ള പ്ലെയിനിലുള്ള ട്രയാങ്കുലർ പ്ലേറ്റിൻ്റെ എക്സൽ പ്ലെയിനിലുള്ള ഷാഡോയാണ് നമുക്ക് ആവശ്യമുള്ള റീജിയൻ 6. അത് ഒരു ട്രയാങ്കുലർ റീജിയൻ ആണ്. അതിൻ്റെ ബൗണ്ടിങ് കേവ്സ് ആയിട്ട് വരുന്നത് x ആക്സിസും z ആക്സിസും അതുപോലെ തന്നെ z=1-x എന്നുള്ള ലൈനുമാണ്. അത് അവിടെ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ആണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു z ആൻഡ് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു x. സോ ആദ്യം വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് റീജിയൻ 6-ലെ ആർബിട്രറി ആയിട്ടൊരു പോയിൻ്റ് XY ചൂസ് ചെയ്ത് ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന y ആക്സിസിന് പാരലായിട്ട് ഇൻക്രീസിങ് വൈയുടെ ഡയറക്ഷനിൽ ഒരു ലൈൻ M കൺസിഡർ ചെയ്യുക. ആ ലൈൻ M റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്ന സർഫസും മാർക്ക് ചെയ്യുക. ആ ലൈൻ M റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് z=y-x എന്നുള്ള പ്ലെയിനിലൂടെയാണ്. ആ പ്ലെയിനിൻ്റെ ഇക്വേഷൻ y=some function of x and z ഈ ഒരു ഫോമിലാക്കുമ്പോൾ y=x+z എന്ന് കിട്ടും. സോ ലൈൻ M റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് y=x+z എന്നുള്ള സർഫസിലൂടെയാണ്. അതുപോലെ തന്നെ റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്നത് y=1 എന്നുള്ള പ്ലെയിനിലൂടെയാണ്. സോ അതായിരിക്കും ഇൻ്റഗ്രേഷൻ്റെ വൈയുടെ ലിമിറ്റ്സ്. അതായത് y വാരി ചെയ്യുന്നത് y=x+z മുതൽ y=1 വരെ. ദെൻ നമ്മൾ രണ്ടാമത് വിത്ത് റെസ്പെക്ട് ടു z ആണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ചൂസ് ചെയ്ത പോയിൻ്റ് XYയിലൂടെ z ആക്സിസിന് പാരലായിട്ട് ഇൻക്രീസിങ് സെഡിൻ്റെ ഡയറക്ഷനിൽ ഒരു ലൈൻ L കൺസിഡർ ചെയ്യുക. ആ ലൈൻ L റീജിയൻ 6-ലേക്ക് എൻ്റർ ചെയ്യുന്ന കേവ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ റീജിയൻ 6-നെ ലീവ് ചെയ്യുന്ന കേവ് മാർക്ക് ചെയ്യുക. ലൈൻ L റീജിയൻ 6-ലേക്ക് എൻ്റർ ചെയ്യുന്നത് x ആക്സിലൂടെയാണ്, അതായത് z=0യിലൂടെയാണ്. അതുപോലെ തന്നെ റീജിയൻ 6-നെ ലീവ് ചെയ്യുന്നത് z=1-x എന്നുള്ള ലൈനിലൂടെയാണ്. സോ അതായിരിക്കും ഇൻ്റഗ്രേഷൻ്റെ സെഡിൻ്റെ ലിമിറ്റ്സ്. അതായത് z വാരി ചെയ്യുന്നത് z=0 മുതൽ z=1-x വരെ. ദെൻ റീജിയൻ 6-ലൂടെ z ആക്സിസിന് പാരലായിട്ട് കടന്നു പോകുന്ന എല്ലാ ലൈൻസിനെയും ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ എക്സിൻ്റെ വാല്യൂ x=0 മുതൽ x=1 വരെ വാരി ചെയ്യണം. സോ അതായിരിക്കും ഇൻ്റഗ്രേഷൻ്റെ x ലിമിറ്റ്സ്. അതായത് x വാരി ചെയ്യുന്നത് x=0 മുതൽ x=1 വരെ. ദെൻ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ d dy dz dx ഇൻ്റഗ്രൽ x=0 ടു x=1 ഇൻ്റഗ്രൽ z=0 ടു z=1-x ഇൻ്റഗ്രൽ y=x+z ടു y=1 dy dz dx. സോ ഇതാണ് ആദ്യം വിത്ത് റെസ്പെക്ട് ടു y, ദെൻ വിത്ത് റെസ്പെക്ട് ടു z ആൻഡ് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു x ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് ആയിട്ട് വരുന്നത് ഈ ഒരു ഓർഡറിലാണ് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് വരുന്നത്. ദെൻ മൂന്നാമത്തെ പാർട്ട് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്താൽ മതി.